ദൈവത്തിന് മഹത്വം. ചില നാളുകളായി ഞാൻ യേശുക്രിസ്തുവിന്റെ വരവ് അത് ഓഡിയോയിലൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ബൈബിളിൽ പഠിക്കത്തക്കവണ്ണമുള്ളായ ഒരു ക്രമീകരണമായിരിക്കുന്ന ബൈബിൾ പഠനരീതി എന്ന ഒരു ക്ലാസ് മുന്നോട്ട് തക്കവണ്ണം താല്പര്യപ്പെടുന്നു. നിങ്ങളത് ബൈബിൾ ക്വിസായിട്ട് അല്ല, പിന്നെയോ വചനം പഠിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരവസരമായിട്ട് നിങ്ങൾ കരുതണം. ചില ചോദ്യങ്ങളെ ഞാനിവിടെ അവതരിപ്പിക്കും. നിങ്ങളത് ഉത്തരം കണ്ടുപിടിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിരിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ തുടങ്ങാം. നമ്മുടെ കർത്താവായ യേശു യോർദാനിൽ സ്നാനമേറ്റു. യോർദാൻ എന്ന് പറയുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം പറഞ്ഞ ഏകദേശം 40 കിലോമീറ്ററോളം ദൂരം നടന്നാണ് നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ അടുത്ത് ചെന്നത്. ഇവിടുത്തെ ചോദ്യം, താൻ എവിടെ നിന്നാണ് യോർദാനിലേക്ക് പുറപ്പെട്ടത്? ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം, പല നയാട്ടുകാരന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, നയാട്ട് വീരന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക നായാട്ട് വീരൻ, അവൻ നയാടി പിടിക്കുന്നത് എവിടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ മുൻപാകെ അവൻ വന്നിട്ട് നായാടി പിടിക്കുകയാണ്. അതുകൊണ്ട് അവനെ അറിയപ്പെടുന്നത് യഹോവയുടെ മുൻപാകെ നായാട്ടി വീരൻ എന്നറിയപ്പെടുന്നു. ആ നായാട്ടി വീരനെ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കുവാൻ നിങ്ങൾ ബൈബിളിലെ അന്വേഷിക്കുക. അടുത്തത് നിസ്സാരമായ ചോദ്യമാണ്. പുതിയ നിയമത്തിന്റെ ആരംഭത്തില് എത്ര പേര് രക്തസാക്ഷികളായി തീർന്നു എന്ന് പറയാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം രക്തസാക്ഷികൾ പുതിയ നിയമകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു അപ്പോസ്തലനുണ്ട്. യോഹന്നാൻ ഒഴിച്ച് എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി തീർന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാനെ 3 പ്രാവശ്യം തിളപ്പിച്ച എണ്ണയിൽ മുക്കുവാൻ വേണ്ടി നോക്കി, പക്ഷേ അത് മരിച്ചില്ല. താൻ പത്മോസിലേക്ക് തന്നെ വിട്ടു. എന്നാൽ 12 ശിഷ്യന്മാരിൽ ഒരാളെ ആദ്യം ഫസ്റ്റ് രക്തസാക്ഷിയായി തീർന്ന ആ അപ്പോസ്തലൻ ആരാന്ന് പുതിയ നിയമത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം അതും വളരെ നിസ്സാരമായ ചോദ്യമാണ്. മനുഷ്യരൊക്കെ ആ കാലത്തൊക്കെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അത് പഞ്ഞിനൂല് കൊണ്ടോ നീലനൂല് കൊണ്ടോ അങ്ങനെയുള്ള ചണനൂല് കൊണ്ടൊക്കെ വസ്ത്രം ധരിക്കുന്ന കാലമായിരുന്നു പ്രാരംഭ കാലയളവിൽ. നമ്മുടെ ആദാമിനും ഹവ്വായ്ക്കും അവര് തന്നെ അത്തേല കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. പക്ഷെ അത് അധികം നാൾ നീങ്ങുന്നില്ല. എന്നാൽ എന്റെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശക്തന്മാരായ പ്രവാചകന്മാര് അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. എന്തിനാ ധരിച്ചു എന്നൊന്നും ബൈബിളിലില്ല. ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. എന്നാൽ ഈ പ്രവാചകന്മാർ ആരാകുന്നു? ഒന്നുകൂടെ പറയട്ടെ. ഒട്ടക രോമം ധരിച്ചതായ പ്രവചിച്ച 2 പ്രവാചകന്മാർ അവരാരാന്ന് കണ്ടുപിടിക്കുക. അടുത്ത 5ാമതായിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. യൂദ കെട്ടിത്തൂങ്ങി മരിച്ചു, കെട്ടിഞ്ഞാന്നു മരിച്ചു എന്ന് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറൊരാളെയാണ്. ആരെയാണ്? അതിനു മുമ്പേ വേറൊരുത്തൻ കെട്ടിത്തൂങ്ങി ചത്തു. നമ്മളെ അദ്ദേഹത്തെ കണ്ടുപിടിക്കണം.
യൂദാ കെട്ടിത്തൂങ്ങിച്ചത്തത് അത് ഭയങ്കര പേര് തന്നെയാണ്. പക്ഷേ മറ്റേയാളെ അധികം പരന്നത് ആളല്ല, അദ്ദേഹത്തെ കണ്ടുപിടിക്കുക. ഇനി യൂദയിലേക്ക് നോക്കാം. യൂദാ കെട്ടിത്തൂങ്ങി മരിച്ചതിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അവ കെട്ടി തൂങ്ങി തലകുത്തിയാ വീണത്. കയറ് പൊട്ടിയാൽ തന്നെ കാലുകുത്തിയല്ലേ വീഴേണ്ടത്? കയറ് പൊട്ടിപ്പോയി, കാലുകുത്തിയല്ലേ വീഴേണ്ടത്? ചിലപ്പോൾ രക്ഷപ്പെടാമായിരുന്നു, വല്ല കാലൊടിഞ്ഞോ എങ്ങനെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ലോകത്തിൽ പലരും കെട്ടിത്തൂങ്ങി താഴെ വീണിട്ടുണ്ടെങ്കിലും തലകുത്തി വീണത് ഈ യൂദാ മാത്രമേ ഉള്ളൂ. അവിടെ വായിക്കുന്നത് തലകുത്തി വീണു. അടുത്ത പറയുന്നത് അവന്റെ വയറ് നടുവേ പിളർന്നു, അവന്റെ കുടലുകൾ തുറിച്ചുപോയി എന്നാണ് ബൈബിൾ. തുറിച്ചുപോയി തുറിച്ചെന്നാ പറയുന്നത്. നോക്കിക്കോണം, അവൻ ചെയ്ത മഹാപാതകത്തിന് അവന് തന്നെ ഈ ഭൂമിയിൽ വലിയൊരു ശിക്ഷ കിട്ടിയാണ് പോയത്. എന്റെ ചോദ്യം അതല്ല, യൂദായിക്ക് മുമ്പേ വേറെ ഒരാളും കെട്ടിത്തൂങ്ങി മരിച്ചു. നമുക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കണം. അത് ബൈബിളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുക. അടുത്തായിട്ട് ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കുന്നത്. നമുക്ക് അബ്രഹാമിനെ അറിയാം. അബ്രഹാം വിശ്വാസവീരൻ. എങ്ങോട്ട് പോകണമെന്നറിയാതെ മുന്നോട്ട് പറഞ്ഞ് അങ്ങനെ പോയ അബ്രഹാം. അവൻ അക്ഷരികമായിട്ട് എത്ര മക്കള്, അവരുടെ പേരെല്ലാം ബൈബിളിലുണ്ട്. അവരുടെ അമ്മമാരുടെ പേരൊക്കെ ഉണ്ട്. ടോട്ടൽ അക്ഷരികമായി എത്ര മക്കൾ. നമ്മളെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലും മണലും അതൊന്നുമല്ല, ജീവനുള്ള അക്ഷരികമായ മക്കൾ എത്ര പേരാണെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യം പിടികിട്ടും. അബ്രഹാമിന് ആകെ എത്ര മക്കൾ, അവരെല്ലാവരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ ഈ പഠിക്കുമ്പോൾ അവർ പഠിച്ചിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തു. എന്നാൽ താൻ ചെയ്ത അത്ഭുതങ്ങളെ എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല, കുറച്ചു മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മൾ നോക്കിയാൽ അത് ഒരു വലിയ പുസ്തകമായി തീരുന്നു. ഇവിടെ അങ്ങ് ഒതുങ്ങിയില്ല, അത്രമാത്രം വലിയ ഒരു പുസ്തകമായി മാറിയേനെ. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശു ചെയ്ത മറ്റ് പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് യോഹന്നാൻ നിരൂപിക്കുന്നു. താൻ ഉമ്മയുടെ അത്ഭുതം ചേർന്നറിയാമോ? അങ്ങനെ എല്ലാം കൂടി എഴുതുകയാണെങ്കിൽ ഡെയിലി എത്ര അത്ഭുതമാണ് നമ്മുടെ കർത്താവ് യേശു ചെയ്തത്. എന്നാൽ എന്റെ ചോദ്യം, 7ാമത്തെ ചോദ്യത്തിലെ ഒരത്ഭുതം അത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും. ആ അത്ഭുതം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. 4 സുവിശേഷങ്ങളിലും ഒരത്ഭുതമേ ഉള്ളൂ, ഒറ്റ അത്ഭുതം മാത്രമേ പാടുള്ളൂ. ബാക്കിയൊക്കെ 2, 3 അങ്ങനെ സുവിശേഷങ്ങളാണ്. പക്ഷെ ഈ ഒരെണ്ണം മാത്രമേ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ അത്ഭുതം. ഇനി അടുത്തതും ഒരു ചെറിയ ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ പലരുടെ പേരുണ്ട്, എന്നാൽ ഏറ്റവും അധികം അക്ഷരങ്ങളുള്ള ഒത്തിരി അക്ഷരങ്ങൾ. എന്റെ പേര് ജോസഫ് ജോർജ് എന്നാണ്, കുറെ അക്ഷരങ്ങളുണ്ട്. എന്നതുപോലെ ഏറ്റവും അധികം അക്ഷരങ്ങൾ ഉള്ളതായ ഒരു പേരിന്റെ ഉടമ, ആ ആളിന്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏറ്റവും അധികം അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാക്കാണ്. ആ അക്ഷരങ്ങൾ ഉള്ളതായ ഒരാളുണ്ട്. ആളിനെ നമുക്ക് കണ്ടുപിടിക്കുവാൻ അത് പ്രവാചക പുസ്തകത്തിൽ നമ്മൾ അന്വേഷിക്കുക, അന്നേരം കണ്ടെത്താൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഒരിക്കൽ ഒരു രാജാവ് അബ്രഹാമിന്റെ അടുക്ക വന്ന് ഒരുപാട് സമ്പത്തുമായിട്ട് വന്നു, ഒത്തിരി സമ്പത്ത്. അത്
കാലെ കെട്ടാനുള്ള ചെരുപ്പിന്റെ വാറ് വരെയുണ്ട്. ഉള്ളതെല്ലാമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളാണെങ്കിൽ രണ്ട് കൈ നീട്ടി ചിലപ്പോൾ വാങ്ങിച്ചേക്കാം, എല്ലാവരുമല്ല. ഇതിനെപ്പറ്റി എല്ലാം അറിവുള്ളവരെ, എവിടുന്നാ പണം വരുന്നത്, വിവേചന പരമുള്ളവരൊന്നും വാങ്ങിക്കുകയല്ല, അല്ലാത്തവരുടെ കൈ നീട്ടി വാങ്ങിക്കും. അബ്രഹാമിന്റെ അടുക്ക് ഒരു വലിയ രാജാവ് ഒരുപാട് സമ്പത്തുമായിട്ട് വന്നു. അബ്രഹാമിന് കൊടുക്കാൻ വേണ്ടി ആത്മാർത്ഥത വന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, കിട്ടുന്നെല്ലാം വാങ്ങിച്ച് നമ്മൾ പോക്കറ്റ് ഇടല്ലേ, അത് ബുദ്ധിമുട്ടാണ്. അബ്രഹാം ഒരു കാര്യം ചെയ്തു, രണ്ട് കൈയും അങ്ങോട്ട് ഉയർത്തി സത്യം ചെയ്യും. അന്നത്തെ സത്യം എന്ന് പറയുന്നത് കരങ്ങൾ ഉയർത്തുക. എങ്ങോട്ട് ഉയർത്തുക? ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. കരങ്ങൾ ഉയർത്തി അദ്ദേഹം പറഞ്ഞത്, നിന്റെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട. ആരാണ് അബ്രഹാം? ആരോട്, ഏതു രാജാവിനോടാണ് പറഞ്ഞത്? നിന്റെ ഒരു ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട എന്ന് കരങ്ങൾ ഉയർത്തി സത്യം ചെയ്തു അബ്രഹാം. ഏതു രാജാവിനോട്? ഇന്നത്തെ ചോദ്യത്തിന്റെ സമാപന ഭാഗത്തേക്ക് വരുന്നു. ദൈവനിശ്ചയം തുടരാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഒരുപാട് ആളുകൾക്ക് പ്രത്യക്ഷനായി. 40 നാളുകൾ സ്വർഗത്തിൽ പോകുന്നവരെയും 40 ദിവസങ്ങൾ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഈ 40 ദിവസത്തിനകം ഒരത്ഭുതം നടന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരത്ഭുതം നടന്നു. ആ അത്ഭുതം എവിടെ വെച്ചാണ്, അത്ഭുതം എന്താണെന്ന് നമ്മളെ കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളൊരു ബൈബിൾ ക്വിസായിട്ടല്ല, പിന്നെയോ ദൈവം തന്നിരിക്കുന്ന എനിക്കറിവനുസരിച്ച് ബൈബിൾ പഠനരീതി, ബൈബിൾ പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ കരുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ധന്യമാകും. പ്രാർത്ഥനയോടെ നിങ്ങൾ കണ്ടുപിടിക്കുക, കമന്റിൽ എഴുതുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിലും നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, ദൈവത്തിന് മഹത്വം.